നമ്മൾ മുൻവിധികൾ പാടില്ല. വളരെ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളുടെ ലുക്ക് ആണ് നാട്ടുകാർ അയാളെ ജഡ്ജ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ. ഇത് ബോഡി ഷേമിങ് അല്ല കേട്ടോ, ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. കണ്ടന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം തന്നെ BB6 എന്ന് പറഞ്ഞ് മടുത്തു ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരാളെ കാണുമ്പോൾ തന്നെയുള്ള അയാളുടെ ലുക്ക്, അയാളുടെ ചെരുപ്പ്, അയാളുടെ താടി, അയാളുടെ മീശ, അയാളുടെ കോസ്റ്റ്യൂം, വെദർ ഇറ്റ് ഇസ് ഗേൾ ആണെങ്കിലും അതേപോലെ തന്നെ മുടി, ചിരി, കണ്ണ്, മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒറ്റനോട്ടത്തിൽ ചിലവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല, ഒറ്റനോട്ടത്തിൽ ചിലവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഇത് രണ്ടുമാണെങ്കിലും താൽക്കാലിക ഇഷ്ടങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അയാളുടെ ക്യാരക്ടർ ആൻഡ് ആറ്റിറ്റ്യൂഡാണ്. അത് വെച്ചിട്ടാണ് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി വിലയിരുത്തുന്നത്. അത്യാവശ്യം ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ ആരും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കില്ല. ബിക്കോസ് time will change, things will change, everything is not at all permanent, temporary ആണ്. അപ്പോൾ ആളുകളെ നമ്മൾ വിലയിരുത്താൻ നമ്മൾക്ക് യോഗ്യതയില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. ഒരാളുടെ ലുക്ക് നോക്കിയിട്ടാണ് ഒട്ടുമിക്ക സൊസൈറ്റിയിൽ ആൾക്കാർ ചെയ്യുന്നത്. അത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ജിൻഡോൻ്റെ കേസ് പറയാം. ജിൻഡോ ഭയങ്കര നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. മണ്ടൻ അവാർഡ് വാങ്ങിച്ചിട്ട് രതീഷ് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നൈസായിട്ടുള്ള ഒരാക്കലാണ് ചെയ്തത്. ഇത് എന്നെ കൂടി ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഋഷിയിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇനി മേ ബി കയറി വരുമായിരിക്കും. ഇന്നലത്തെ ജയിൽ നോമിനേഷനിൽ ഋഷിയെ അവർ പറയാനുള്ള കാരണം ഒരു പരിധി വരെ നല്ലതാണ്. കാരണം ഇത്രയും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾ ഭയങ്കര സിൻസിയറും സെൻസിറ്റീവ് ആയതുകൊണ്ടുള്ള ഒരു ട്രൂ റിയാക്ഷനാണ് വന്നത്. പക്ഷെ അത് പറ്റില്ല. വീട്ടിലാണ് ഓക്കെ, അല്ലാതെ പുറത്ത് ഇങ്ങനത്തെ ഒരു പബ്ലിക് ഇതിൽ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജബ്രി അവരുടെ ഭയങ്കര ഫ്രണ്ടായിരുന്നു, ബാക്ക് സ്റ്റാപ്പ് ചെയ്തപ്പോൾ വന്ന വിഷയം എന്നാണ്. ഇന്നലെ അപ്സര നോമിനേറ്റ് ചെയ്തപ്പോൾ അപ്സരോടും പിണങ്ങി. ഋഷി ഇതെന്താണ് കാണിക്കുന്നത്? കിൻഡർ ഗാർഡൻ സ്കൂളൊന്നല്ല, അതിൻ്റെ ഉള്ളിൽ നോമിനേഷൻ വരും. കപ്പ് ആർക്കും വീതിച്ചു കൊടുക്കത്തില്ല, കപ്പ് ഒരാൾക്കേ കിട്ടത്തുള്ളൂ. ഇനി ഗോയിങ് ഫോർവേഡ് ഇനിയും ഒരുപാട് ബാക്ക് സ്റ്റാപ്സ് വരാം, പ്രശ്നങ്ങൾ വരാം, നോമിനേറ്റ് ചെയ്യാം, ജയിലിൽ പോകേണ്ട വരാം. അപ്പോൾ പുറത്തെ ആൾക്കാർ നോമിനേറ്റ് ചെയ്ത് താൻ പുറത്തായി കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരോട് താൻ പിണങ്ങി നടക്കുമോ? ഓക്കെ, അപ്പോൾ അതൊന്നും മാറ്റണം. ആ ഒരു കിഡിഷ് ക്യാരക്ടർ മാറ്റണം, അക്സെപ്റ്റ് ചെയ്യണം. ഇതിൽ നോമിനേഷൻ വരും. ഋഷിക്കും ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യേണ്ടി വരും. ഋഷിയുടെ കയ്യിലിരിപ്പും ഇതും മറ്റും ശരിയല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഋഷി നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ തട്ടാൻ നോക്കും. അതിലൊന്നും ഒരു കുറ്റവും ആരോടും പറയാനില്ല. പിന്നെ അർജുനെ പറ്റിയിട്ട് നമ്മുടെ യമുന പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയ ജെന്റിൽമാൻ ആയുള്ളൊരു വ്യക്തി അർജുൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പാലെടുത്ത് കുടിക്കുകയും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. അവിടെ ജെന്റിൽമാൻ കളിക്കാൻ വന്നിരിക്കുന്നതല്ല. ഓക്കെ, അത് ഫസ്റ്റ് തിങ്. ഇവരവിടെ ഒരു കുലസ്ത്രീ അമ്മ പരിവേഷം, ഒരു ഹെഡ് മിസ്ട്രസ് റോൾ അവിടെ കാണിക്കുന്നുണ്ട്. അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ അർജുൻ ഇന്നലെ റിയാക്ട് ചെയ്തത് നൈസായിട്ടാണ്. അർജുനോട് റിയാക്ട് ചെയ്ത് അർജുൻ കയറി വരുന്നുണ്ട്. ആദ്യത്തെ ദിവസം കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ഗ്ലാമറസ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അർജുന് ഫാൻസ് വരുന്നുണ്ടെങ്കിലും ഇന്നലത്തെ മോട്ടിവേഷൻ സ്റ്റോറിയുടെ ഭാഗമായിട്ടും ഇന്നലത്തെ ആക്ടിന്റെ ഭാഗമായിട്ടും അർജുൻ ഒന്ന് ഫയർ ആയിട്ടുണ്ട്. ആൻഡ് മെയിൻ തിങ്, ഒരുപാട് പണി കിട്ടി വന്ന വ്യക്തിയാണ് അർജുൻ. അപ്പോൾ അങ്ങനെ പണി കിട്ടി വരുന്ന ആൾക്കാർക്ക് അറിയാം എവിടെ എന്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് മോർ ഓവർ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനോടും വളരെ മാന്യമായിട്ടും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ഷീ അല്ല, ഹീ നോസ് ഹൗ ടു കൺട്രോൾ ദ ഇമോഷൻസ്. ദേഷ്യമാണെങ്കിൽ എന്താണെങ്കിലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ ആ സ്റ്റോറിയിൽ വളരെ പ്രശ്നമാണ്. ലൈഫ് എന്ത് ചെയ്യണം എന്നുള്ളത്, സൂസൈഡിന്റെ മുന്നേ വരെ എത്തി നിൽക്കണം എന്നുള്ളത് ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവം ഗുരു എന്ന് പറയുന്ന മാതിരി അനുഭവങ്ങളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ബിഗ് ബോസിൽ നടക്കുന്ന വിഷയങ്ങളൊന്നും അർജുനൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഋഷി ഈ ഒരു കിൻഡർ ഗാർഡൻ സ്വഭാവം മാറ്റുക. ഋഷി ആദ്യം കണ്ടപ്പോൾ ഒരു BB മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നി. ആ പ്രതീക്ഷ നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുപോലെ അർജുൻ ജെന്റിൽമാൻ ആയിരുന്നു, ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല എന്ന് യമുന റാണി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ വട്ടം വെട്ടുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫൈറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, അവിടെ സ്ട്രാറ്റജി പ്ലേ ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അവിടെ ഒരു കണ്ടന്റ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ജെന്റിൽമാൻ ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ആൾ നിൽക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ വേണ്ടത്, അല്ലേ ഗൈസ്?